രോമാഞ്ച് വന്നില്ലേ? കോഴീനെ കൊത്തിയിറക്കി കഴിഞ്ഞപ്പോൾ ചൂടൊക്കെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ഘട്ടം പ്രാർത്ഥന തുടങ്ങിയിരിക്കുകയാണ്. കിടന്നില്ലേ അങ്ങനെയൊക്കെ ഇരുന്ന് ചെല്ലിട്ടാണ് ശ്വാസം മുട്ടുണ്ടാകും. തമ്പുരാന്റെ പുണ്യേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. സകല ഹൃദയങ്ങൾക്ക് അതിവിധിയും കേന്ദ്രവുമായി ഈശോയുടെ തിരുവന്ദയമേ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണേ. ഞങ്ങൾക്ക് വേണ്ടി കുറുപ്പന്തറയ്ക്ക് പോയിട്ട് വന്നിട്ടും എലിക്കുട്ടിയമ്മയുടെ പ്രാർത്ഥന തീർന്നിട്ടില്ല. എലിക്കുട്ടിയമ്മ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാണ്. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ഇരുന്നുള്ള പ്രാർത്ഥനയിലാണ് ഇപ്പം. കർത്താവെ അനുഗ്രഹിക്കണേ, മിശിഹായെ അനുഗ്രഹിക്കണേ, കർത്താവെ അനുഗ്രഹിക്കണേ. മിശിഹായെ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. ആകാശ കളിക്കുന്ന വാവ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഓരോരക്ഷരെ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളെ അനുഗ്രഹിക്കണേ. മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. തമ്പുരാന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. സാല് പൂച്ചയ്ക്ക് യോഗ്യമായി ഈശോയുടെ തിരുവന്ദയമേ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണേ. മറിയത്തിന്റെ ബലിമർദ്ദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ആ കോഴി 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 വളർത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഏലിക്കുട്ടിയമ്മ കോഴീനെ കണ്ടുകൊണ്ട് കടന്നിടത്തുനിന്ന് ഏറ്റോടി വന്നാണ്. എലിക്കുട്ടിയമ്മ ഏറ്റോടി വന്നതാ. ആ അതെ, കോഴി വളർത്തുന്നവർ കോഴിയെക്കുറിച്ച് കഥ പറയണതാണ്, കോഴി വളർത്തുന്ന കഥ പറയണതാണ്. അപ്പോൾ എലിക്കുട്ടിയമ്മ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നല്ല സൂപ്പറായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയേച്ചും ഇപ്പോൾ എണീറ്റ് വന്നതാണ്. ഈ കോഴിയെ കണ്ടോണ്ട് എണീറ്റ് വന്നതാണ്. നമ്മൾ പണ്ട് കോഴി വളർത്തിയിട്ടുള്ളതല്ലേ? ആ പിന്നെ ആര് പറഞ്ഞു? ആ കിടന്നില്ല, ഉറങ്ങിയായിരുന്നു. ആ ഉറങ്ങിയോന്ന് അറിയത്തില്ല, കിടന്നില്ല. നമ്മൾ കോഴി വളർത്തിയിട്ടുള്ളതല്ലേ ഇതുപോലെ? ഇതേലെ കിടന്നിട്ടുള്ളോ? ആണോ? നമ്മളിതുപോലെ കുറെ കോഴീനെ വളർത്തിയിട്ടുള്ളതല്ലേ? അതുപോലെ കുറെ കോഴീനെ വളർത്തിയിട്ടുള്ളതല്ലേ? അതുപോലെ കുറെ കോഴീനെ വളർത്തിയിട്ടുള്ളതല്ലേ? ആ അല്ലേ, നമ്മൾ കുറെ വളർത്തിയിട്ടുള്ളതല്ലേ അമ്മ? എന്ത് കോഴിമുട്ട കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളല്ലേ? ആ അപ്പോൾ അവിടെ ടി വിയിൽ ഒരു കോഴിയുടെ വളർത്തുന്ന പ്രോഗ്രാം വെച്ചതാണ്. അപ്പോൾ അത് കണ്ടോണ്ട് അമ്മ ആ അതുങ്ങൾ തീറ്റ തിരക്കാൻ നടക്കുക. കിട്ടുന്നില്ല. കഞ്ഞി കുടിച്ചായിരുന്നോ? അത്താഴമൊക്കെ കഴിച്ചായിരുന്നോ എലിക്കുട്ടിയമ്മ? ആ കഴിച്ചോ? നേരാണോ? ആണോ? അതിനെ എലിക്കുട്ടിയമ്മ ആണോ ഏത്തപ്പഴം കഴിച്ചേ? ഏത്തപ്പഴാണോ തിന്നെ? കഞ്ഞി കുടിച്ചില്ലേ? ഏത്തപ്പഴാണോ തിന്നെ? കഞ്ഞി കുടിച്ചില്ലേന്ന്? ആ ആ കഞ്ഞി കുടിച്ചില്ലല്ലേ? ആ അതോ ഏത്തപ്പഴം തിന്നെ. കഞ്ഞിക്ക് പകരം ഏത്തപ്പഴം തിന്നെ. കഞ്ഞിക്ക് പകരാന്ന് ഏത്തപ്പഴം കഴിച്ചത്. ആ ഇല്ലായിരുന്നോ? ആ ഒരെണ്ണം തിന്നാ പോരെ, അല്ല രണ്ടെണ്ണം തിന്നാ പോരെ? അത് മതിയില്ല. ആ ഒന്നോ രണ്ടോ മതി. ഉച്ചങ്ങൾക്ക് അത് കോഴിക്ക് കൊടുക്കാനുള്ള കോഴിക്കോടാ കാണിക്കുന്നവര്. ആ കോഴി എല്ലാം കൂടെ ആണ്ട ഓടി വന്ന് തിന്നുന്നു. ആ ഇതുകൂടെ കോഴി വളർത്തിയിട്ടുള്ളതല്ലേ? എലിക്കുട്ടിയമ്മ ഇതുപോലെ കോഴി വളർത്തിയിട്ടില്ലേ? ഇതുപോലെ കോഴി വളർത്തിയിട്ടില്ലേ? ആ ഇല്ലേ? അയ്യോ എന്തോരം കോഴി വളർത്തിയിട്ടുണ്ട്. ഞാൻ വരുമ്പോ അമ്മ കോഴി വളർത്തുന്നുണ്ടായിരുന്നു. എന്നിട്ട് മുട്ടയെ കൊണ്ട് വിൽക്കും. എന്നിട്ട് കുറച്ച് കോഴിക്ക് കൊടുക്കാനുള്ള തീറ്റ മേടിച്ചോണ്ട് വരും. കുറച്ച് തീറ്റ മേടിച്ചോണ്ട് വരും എലിക്കുട്ടിയമ്മയ്ക്ക് തിന്നാനുള്ളത്. പിന്നെ എന്റെ തിരി മേടിച്ചോണ്ട് വരും. അവിടെ കൊണ്ട് പള്ളി കുരിശോളി കൊണ്ട് കത്തിക്കാനായിട്ട്. പ്രാർത്ഥനയ്ക്ക് ഒരു തിരി ഉണ്ടാക്കുക. കോഴീനെ കൊത്തിയിറക്കി കഴിഞ്ഞപ്പോൾ ചൂടൊക്കെ ഉണ്ടാക്കി കോഴീനെ വളർത്താൻ ഒന്നോർത്തു നോക്കിയതാ. പിന്നെ ഒത്തിരി കോഴിനെ കൊത്തിയിറക്കി വളർത്തിയിട്ടുള്ള ഒത്തിരി കോഴിനെ പടിഞ്ഞാറായിരുന്നപ്പോഴൊക്കെ
എല്ലാ ദിവസവും ഞാൻ കോഴിനെ പൊക്കി നോക്കുമായിരുന്നു. അന്ന് ഒത്തിരി പേരുണ്ടാകുന്നു. ഈ കോഴിനെ എല്ലാം കൊണ്ട് കൂട്ട് കോട്ട് നടന്ന് വെട്ടി കൂട്ടിലെത്തും. എന്തൊരു പാടായിരുന്നു. ആ അതെ അതെ അതെ. ഇഞ്ചി മഞ്ഞൾ നട്ടതിനകത്തോട്ട് കോഴിയിലെ ഓടി കയറി. ഇപ്പം അതുങ്ങളൊക്കെ എത്ര തുണയായിട്ടാണ്. ആ ഇപ്പം അതുങ്ങൾ നല്ല കൂട്ടിലാണ് കിടക്കുന്നേ, മുളപ്പിനകത്ത്. അതാണ്. അവിടെ ഇരുന്ന് കണ്ടോ? ഇവിടെ ഇരുന്ന് കാണുന്ന, അവിടെ ഇരുന്ന് കാണുന്നു. ഇന്ന് കാണാതെ ഇവിടെ ഇരുന്നാൽ കാണാൻ മേലേ? അല്ല ഇവിടെ ഇരുന്നാലേ അത് കാണാലോ. വേണ്ടേ? ഇവിടെ ഇരുന്നാൽ കാണാമല്ലോ എന്നാ പറഞ്ഞേ. ഇവിടെ ഇരുന്നാൽ അത് കാണാമെന്നാ പറഞ്ഞേ, ടി വിക്കകത്തുള്ളത്. കൊള്ളിയല്ലേ? ആ നീ ഇവിടെ കിടക്കണേ. പേരുകുട്ടിയമ്മ കിടക്കാൻ ആളില്ലാത്തതുകൊണ്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ചിരിച്ചോണ്ടിരിക്കുമോ അല്ലേ? അത് എലിക്കുട്ടിയമ്മ കണ്ടോട്ടാ ചിരിക്കുന്നത്. കിടക്കാൻ ചെല്ല. നമുക്ക് കിടക്കാം. ആ നമ്മളൊക്കെ എപ്പോൾ കിടക്കാനോ? ഓരോ ഉറക്കെങ്കിലും ഉറങ്ങണ്ടേ? മൂത്രം ഒഴിച്ചോന്ന്. മൂത്രോ? ആ പിന്നെ മൂത്രമൊക്കെ ഒഴിച്ചോ? ഒന്ന് പോയി ഒഴിച്ചേ. അതൊക്കെ എത്ര നേരത്താണ്? അല്ല ഇപ്പൊ ഒന്ന് ചെയ്തിട്ട് വാ. മൂത്രം ഒഴിച്ചിട്ട് വന്നിട്ട് വേണം കിടക്കാൻ. കുഞ്ഞു പിള്ളേരോട് പറയുന്ന പോലെ മൂത്രം ഒഴിച്ചിട്ട് കിടക്കണം കേട്ടാ. പോയേക്കുവാ. ഞാൻ വിളിച്ചേൽപ്പിക്കണം വീട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞ്. പൊന്നോ പ്രാവശ്യമായി വന്ന് നോക്കുവാണ് കിടക്കാറായില്ലേ എന്ന് ചോദിച്ചു. എലിക്കുട്ടിയമ്മക്ക് ഉറക്കം വരുന്നില്ല. കിടക്കാൻ ആള് വരുന്നില്ലെന്ന് അവിടെ ഇരുന്നോണ്ട്. ആണോ? ആള് വരുന്നില്ലെന്നല്ലേ? ഇന്ന് പകലിച്ചിനേരം ഉറങ്ങിയായിരുന്നു എനിക്ക് തോന്നുന്നു അല്ലേ? ടി വി ഒക്കെ കണ്ടോണ്ടിരി. ടി വി കണ്ടോണ്ടിരി. ഓ ഉച്ച കിടന്നോ കിടന്നോ. ചുമ്മാ പറയുവാണ്. അവിടെ നിന്ന് ടി വി കണ്ടോണ്ട് പെടുത്താണ്. ഉറക്കം വരുന്നില്ലെന്നേ. അമ്മ പോയി. ആ കൊച്ചിനെ എന്നെ കൊണ്ടുപോകാനേ. കൊച്ചെന്നാ പോകാനേ? എലിക്കൊച്ചെന്നാ പോകാനേ? ഞാൻ പോയല്ലോ. ഞാനെന്തായാലും പോകണം. അതിന് പോകാൻ മേലായിരുന്നു അമ്മയുടെ കൂടെ. അമ്മയ്ക്ക് വേറെ ആൾക്കാരുണ്ടല്ലോ. അമ്മയ്ക്ക് വേറെ ആൾക്കാരുണ്ടല്ലോ. കൊച്ചിനെ ഇപ്പം കൂട്ടാതെ പോയില്ലേ? കൊച്ചിനെ എന്നാ കൂട്ടാതെ പോയേ? കൊച്ചിനെ നോക്കാനാ? എലിക്കുട്ടി കൊച്ചിനെ എന്നാ കൂട്ടാതെ പോയെന്ന്. ഞാൻ കൊച്ചിനെ കൊണ്ടുപോയിരിക്കും. അമ്മ കുഞ്ഞല്ല, അമ്മയാണ് ഇപ്പം. ഒരു പ്രായത്തിൽ ഒരു സമയത്തൊക്കെ അല്ലാതെ. എന്നാ ഉറക്കം വന്നില്ലേ? ഉറക്കം വരും. കിടക്കാത്ത ഇത് ആണുങ്ങളാരും കാരണന്മാരാരും വന്നില്ലേ? കാരണമല്ല, ആണുണ്ടോരണം ദൈവത്തിണ്ട്. പപ്പ വന്നില്ലേ? പപ്പായൊക്കെ അന്വേഷിച്ചിട്ട് എത്ര നാളായല്ലേ? പപ്പായെ അന്വേഷിച്ചിട്ട് ഒന്നൊന്നര മാസായി പപ്പായെ അന്വേഷിച്ചിട്ട്. പപ്പ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണോ കൊച്ചിന്റെ പപ്പ? ആണോ? നോക്കണില്ലല്ലോ, മൂത്തോട്ട് നോക്കണില്ലല്ലോ. നോക്കാതെയാണോ പറയുന്നേ? ശരിക്കും നോക്കിയിട്ട് പറ. പപ്പ വന്ന് ഇനി കിടന്നാച്ചാ മതി. പപ്പായി കുഴപ്പമൊന്നുമില്ല. ആരും ഇല്ലല്ലോ. ഉണ്ടല്ലോ, നമ്മള് 4 പേരുണ്ട്. നമ്മളെല്ലാം ഉള്ളോ? അതുപോലെ ഫോർ ദി പീപ്പിൾ ഇവിടെ ഉണ്ട്. എന്നും ഫോർ ദി പീപ്പിൾ കേട്ടോ. ഇടയ്ക്ക് 5 ദി പീപ്പിൾ ആവും. മൂത്രമൊഴിച്ചോ? അതൊക്കെ ആവശ്യപ്പെടുന്നത് ഒഴിക്കുമല്ലേ? അല്ലാണ്ട് പിന്നെ എനിക്കറിയാം. വെളുപ്പിനെ വെച്ചേക്കുവാ. വെച്ചോണ്ടിരിക്കാനുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള അല്ലാതെ തൂത്ത് വെച്ചോണ്ടിരിക്കാനുള്ള സാധനമല്ല അത്. സമയാകുമ്പോൾ കളയണം. അയ്യോ,
എന്നാ കിടക്കുന്നതിന് മുമ്പ് കൊച്ചൊന്ന് പോയി മൂത്രം ഒഴിച്ചേരും കേട്ടോ. ആ മൂത്രം ഒഴിക്കാൻ കിടക്കുന്നതിന് മുമ്പ്. വാ വാ പോയിട്ട് പോകാം, ഞാൻ വരാം എന്നാ കിടക്കാൻ. പകലത്ത് ഉറങ്ങിയല്ലോ. എന്നാ വീക്ഷ വൈകുന്നേരം പ്രാർത്ഥന കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിയായിരുന്നു. വന്നില്ലേ? ആ രോമോ വന്നിട്ടുണ്ടല്ലോ. വന്നില്ലേ? പിന്നെ ഇല്ലേ? വന്നേ അതിനായിരിക്കും രോമനല്ലേ നിക്കുന്നേ? ഇടയ്ക്ക് എവിടെയെങ്കിലും കാണും. ആ രോമൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നേ. അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത് ജോമോനാ. ജോമോനാന്നേ അമ്മയുടെ മുന്നിൽ നിൽക്കുന്നേ. ഇത് ഞാനാന്നേ. നീയോ? ആ ഇരിക്കണോ? ഞാനാ ജോമോൻ. അല്ലേ? എനിക്ക് ആരായിരുന്നു? അങ്ങനെ തന്നെ പറയണേ. അമ്മയുടെ മകൻ ജോമോൻ ഞാനാ കേട്ടോ. അമ്മയുടെ മകൻ ജോമോൻ ഞാനാ. ആ അതിപ്പോ അങ്ങനെ വല്ലതും അവനാന്റെ മക്കളെ. ആ അതെ. അല്ല അമ്മക്ക് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാ പറഞ്ഞേ. അവനാന്റെ മക്കൾ അവർക്കൊരു പ്രായമുണ്ട്, ഒരു പ്രായം വരെ അങ്ങനെയൊക്കെ നടക്കും. ആ ഇല്ല അത് കഴിയുമ്പോ അവര് പിന്നെ വേറെ ആവി. അമ്മയുടെ കൂടെ എന്നും ഉണ്ട് ഞാൻ. അമ്മയുടെ കൂടെ എന്നും ഉണ്ട് ഇവിടെ. ഇരിപ്പുണ്ടോ? എന്നും അമ്മയുടെ കൂടെ ഞാൻ ഉണ്ടെന്നാ പറഞ്ഞേ ജോമോൻ. ആ ആ അമ്മ തിരിച്ചറിയുന്നില്ല, അതാണ്. അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ അതിലൊക്കെ അല്ലേ ഇവിടെ ആളുള്ളേ. ആ ആ ഇവരൊക്കെ അതെ, ഇവരൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അമ്മക്കേ തിരിച്ചറിയാൻ പറ്റാതെ ഉള്ളൂ. അറിയാൻ മേലാത്തവരൊക്കെ മനസ്സിലാക്കത്തക്കവരൊക്കെ പുതിയതായിട്ട് വന്നിരിക്കുന്നതൊക്കെ. ഏത് പുതിയത് എവിടെ വന്നാക്കണ്? അവിടെയൊക്കെ ഏത് കൊച്ചുങ്ങളെയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ആ കൊച്ചുങ്ങളായിട്ട് നിൽക്കുന്നത് അമ്മയുടെ മാതാവല്ലേ? അമ്മയുടെ മാതാവല്ലേ? അമ്മയുടെ മാതാവേ, അമ്മ കൊന്ത ചെല്ലുന്ന മാതാവൊക്കെ അല്ലേ അവിടെ കൊച്ചുങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നേ? ആ മാതാവ് യോസേപ്പ് പിതാവൊക്കെ അല്ലേ? ഈശോയൊക്കെ അല്ലേ? ആ അത് പുതിയ ആൾക്കാരല്ലല്ലോ, പഴയ ആൾക്കാർ തന്നെയാ. അമ്മ പ്രാർത്ഥിക്കുന്ന അവരോടല്ലേ? അമ്മ പ്രാർത്ഥിക്കുന്നത് അവരോടാ. ആ അത് മതി. ആ പിന്നെ മാതാവും ഈശോയും യോസേപ്പ് പിതാവും അൽഫോൻസാമയൊക്കെ അവിടെ ഇരിക്കുന്നത്. ആ കേട്ടോ. ആ പപ്പായല്ലേ നിൽക്കുന്നേ? പപ്പായ ഇവിടെ നിൽക്കുന്നേ. ഞാൻ ഈ നിൽക്കുന്നത്, വേറെ പപ്പായ ഇവിടെ ഇല്ല. ഇല്ലേ? ഏത് പപ്പായ? ഏത് പപ്പായ? അവത കൊച്ചാണോ? അവത കൊച്ചാണോ? ആ അവത കൊച്ചു ഇവിടെ ഇല്ല. അവത കൊച്ചു പള്ളിയിലാ. അവത കൊച്ചു പള്ളിയിലാ. ആ പള്ളിയില്. ആ ആ പിന്നെ അങ്ങനെ പോക്കുണ്ട്. അത് ഇനി ഉടനെ ഒന്നും വരികയില്ല. ഉടനെ ഒന്നും വരികയില്ല. ഇല്ല ഇല്ല. ആ അത് പള്ളിയിലാക്കി നിർത്തിയേക്കുവാ. പള്ളിയിൽ നിർത്തിയേക്കുവാ. ആ ആ ചാപ്പാടൊന്നും വേണ്ട. ആ ചാപ്പാടൊക്കെ ദൈവം കൊടുക്കും. അവിടുന്ന് കൊടുക്കും. ആ ചാച്ചനൊന്നും ഭക്ഷണമൊന്നും കൊടുക്കുകയല്ലേ? ചാച്ചനോ? ചാച്ചനൊന്നും കൊടുക്കുകയില്ല. ചാച്ചനൊക്കെ കൊടുക്കുന്ന സമയം കഴിഞ്ഞു പോയില്ലേ? എന്നാ ഇങ്ങനെ നിക്കുന്നേ? ജോമോനെ കൂട്ട് കിടത്ത്. ഈ ജോമോനെ കൂട്ട് കിടത്ത്. പിടിച്ച് കിടത്താനോ? അവൻ കിടന്നോളും. എന്നാലും ഒന്ന് പിടിച്ചൊക്കെ കിടത്ത്, അപ്പം കിടന്നോളും. ചാച്ചൻ പപ്പായ്ക്കൊന്നും കൊടുക്കില്ല എന്നൊക്കെ ചോദിച്ചു. നമുക്കൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. വാ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. കണ്ടോണേ ദൈവമേ എന്തൊക്കെയാവും. വാ ഇപ്പൊ പോകേണ്ട ആവശ്യം. ഇപ്പൊ പോണം. വേണ്ട വേണം. വേണ്ട. ഇല്ലെന്നേ വെളുപ്പിനെ മൂത്രം ഒഴിക്കും കട്ടിലേല്. പിന്നെ എവിടെ പോയാ? എനിക്ക് ഉള്ളിട്ട് കൊണ്ടുപോണേ ടീച്ചർ, കുഞ്ഞു പിള്ളേരെ കൊണ്ടുപോകുന്ന ചാച്ചനും പപ്പായൊക്കെ വരുമ്പോഴത്തേനും. എനിക്ക് വേണ്ട. അതിലതാ ചെരുപ്പ് എവിടെ കൊണ്ടോ വെച്ചെന്നു? ചെരുപ്പേ ചെരുപ്പ് ഒട്ടും ഇടുന്നില്ലല്ലോ.
ചെരുപ്പ് ഇപ്പോൾ ഒട്ടും ഇടുന്നില്ലല്ലോ. ചെരുപ്പോ? ആ, ചെരുപ്പിനകത്ത് ചെരുപ്പ് ഇടണ്ടേ കാലേ? ഒരിടത്തൊക്കെ തട്ടി വീണ് പിന്നെ വേദന എടുത്തിട്ട് വേദനയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തലേണ കവീനൊക്കെ ഊരി കളഞ്ഞോ? തലേണയുടെ കവീനൊക്കെ ഊരി കളഞ്ഞോ? ആ, എന്നാ തലേണയുടെ കവറേ, തലേണ കവീനെ ഊരി കളഞ്ഞോന്ന്. വീട്ടിൽ തലേണയുടെ കവീൻ, തലേണയുടെ കവീനൊക്കെ ഊരി കളഞ്ഞോന്നാ ചോദിച്ചേ. എനിക്ക് തിരിഞ്ഞില്ല. തലേണയുടെ കവറില്ലേ ഇത്? തലവേളയുടെ ആ, അത് എവിടെ കൊണ്ട് കേട്ടെ? അതമ്മ ഊരി കളഞ്ഞല്ലോ. അത് ഊരി കളഞ്ഞല്ലോ. എത്ര തലമാറിപ്പോയ? ആ, അത് വെച്ച സ്ഥലം മാറിപ്പോയി. അതാ പറഞ്ഞേ, ഊരിപ്പോയി. ഇതേവരെ വന്നില്ലേ? ഏ, ഇതേവരെ വന്നില്ലേ? ഇവിടുത്തെ ഉള്ള കാർന്നവർ വന്നിട്ടുണ്ട്. ഇവിടെ ഉള്ള കാർന്നവർ വന്നിട്ടുണ്ട്. ഏലിക്കുട്ടി ഉദ്ദേശിക്കുന്ന കാർന്നവർ ഏതാ? ഏലിക്കുട്ടിയമ്മ ഉദ്ദേശിക്കുന്ന കാർന്നവർ ഏതാ? അവതക്കൊച്ചാണോ കുഞ്ഞുകൂട്ടരാണോ? അവതക്കൊച്ചാണോ ഉദ്ദേശിക്കുന്നേ? പിന്നെ കുഞ്ഞുകൂട്ടനാ? ഇവിടെ താമസിച്ചോണ്ടിരിക്കണേ. ഇവിടെ താമസിച്ചോണ്ടിരിക്കുന്ന കാർന്നവർ ഇപ്പൊ നിൽക്കുന്നതാ. സ്ഥിരം താമസിച്ചോണ്ടിരിക്കണം. ആ, ഇവിടെ സ്ഥിരം താമസിച്ചോണ്ടിരിക്കുന്ന കാർന്നവർ ഇതാ. ഞാൻ ഉറങ്ങാൻ വന്നു. ഉറങ്ങാൻ പോവാം. ആ, ഇത് ഉറങ്ങാൻ എന്നായി? അമ്മ ഉറങ്ങുമല്ലേ? അമ്മ ഉറങ്ങുമല്ലേ? കിടക്കാൻ പോവാ. കിടക്കാം, കഴിക്കാനുള്ള സമയമുണ്ട്. കിടക്കാം. അമ്മയൊക്കെ കിടന്നോ? അമ്മ ദേടെ കുത്തിയിരിക്കുന്നു. അമ്മ ദേ കുത്തിയിരിക്കുന്നു. അവിടെ പോയി ദേ കുത്തിയിരിക്കുന്നെന്താ? ആ, ഉറക്കയില്ല, ഉറക്കക്കുറവാ. ആണോ? ആ, ഇപ്പൊ കൂട്ട് വേണം, എന്നാലേ കിടക്കുള്ളൂ. വൈകിട്ട് കിടക്കുകയല്ലേ? വൈകിട്ട് കിടക്കും, കൂട്ട് വേണം. അങ്ങനെയാണ്. ആ, എന്നാ ചെയ്യണല്ലേ? ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെ അല്ലേ? ഒരു പ്രായം കഴിയുന്നവർ അങ്ങനെയൊക്കെ ആയിരിക്കും. കൂട്ട് വേണം അല്ലേ? അങ്ങനെയായിരിക്കും. അങ്ങനെയായിരിക്കുന്നേ. എന്നാ കിടന്നോ, കിടന്നോ. ഞാൻ കിടക്കുവാ. ഇപ്പോൾ സഹോദരങ്ങളെ, ഏലിക്കുട്ടിയമ്മ കിടക്കുവാന്നൊക്കെ പറഞ്ഞിരുന്ന ഏലിക്കുട്ടിയമ്മ അതിനുശേഷം പ്രാർത്ഥനാ ചെയ്തിലോട്ട് കിടക്കുകയാണ് ചെയ്തത്. ഇന്ന് വൈകിട്ട് ഉറങ്ങുന്ന ലക്ഷണം കാണുന്നില്ല. വെളുപ്പാക്കാലത്ത് എങ്ങാനും ഉറങ്ങിയെങ്കിലേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ജോമോളുടെ ഉറക്കവും കൂടെ പകലൊക്കെ കുറച്ച് നേരം കിടന്നുറങ്ങിയുള്ളൂ, പിന്നെ ഉറങ്ങിയില്ലായിരുന്നു. കഴിഞ്ഞ് ഏലിക്കുട്ടിയമ്മ ഇപ്പോൾ പ്രാർത്ഥനയിലോട്ട് വൈകിട്ട് ഫുള്ളങ്ങ് പോയിരിക്കുകയാണ്. അത്യാവശ്യം സൗണ്ടിലാണ് പ്രാർത്ഥന. ഏലിക്കുട്ടിയമ്മ പ്രാർത്ഥന കിടന്നുകൊണ്ടാണ് കേട്ടോ. കേട്ടോ, എലിക്കുട്ടിയമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എത്ര മണിക്കൂറായി? പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എത്ര മണിക്കൂറായെന്ന്. ഇപ്പൊ കിടന്നുറങ്ങണ സമയല്ലേ കേട്ടോ. വെട്ടം വന്നു കണ്ടില്ലേ? വെട്ടം പോലെ. ആ, പ്രാർത്ഥനയുടെ സമയം കഴിഞ്ഞില്ല. ഇരുട്ടല്ലേ കേട്ടോ, ഭയങ്കര ഇരുട്ടല്ലേ. ഈ ഇരുട്ടത്ത് കിടന്നുറങ്ങൂല്ലേ ചെയ്യണ്ടേ? പ്രാർത്ഥന ഒത്തിരി ചെല്ലിയതല്ലേ? പ്രാർത്ഥന ഒത്തിരി ചെല്ലിയതാ. പ്രാർത്ഥന ചെല്ലുന്ന സമയം കഴിഞ്ഞു പോയി. രാത്രിക്ക് പ്രത്യേകിച്ചൊന്നും വേറെ ഒന്നും എടുക്കാറില്ല. പ്രത്യേകിച്ച് പ്രാർത്ഥന. അയ്യോ, അതിനൊരു സമയമുണ്ടല്ലോ. സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്ന ഒരു സമയമില്ലേ? അതൊക്കെ ചെയ്യണം. ആ, സന്ധ്യാപ്രാർത്ഥനയുടെ സമയം കഴിഞ്ഞില്ലേ? അത് ചെയ്തേച്ചും കിടന്നാലും ഉറക്കം വരും. ആ, ഇതിപ്പോ ഈ 3-4 മണിക്കൂർ പ്രാർത്ഥനയല്ലേ? അത് നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ആ, എല്ലാവർക്കും വേണ്ടി അതൊക്കെ ശരിയാ, അതൊക്കെ നല്ല കാര്യമാ. പക്ഷേ സമയം ഇപ്പൊ ഇത്രയായില്ലേ? രോഗമുള്ളവർക്കും രോഗമില്ലാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ആ, അത് വേണം. എന്നുവെച്ചാൽ അവരെയൊക്കെ ഈശോ എല്ലാവരെയും കുറച്ച് കൊടുക്കും. അതൊക്കെ അതെ. പക്ഷെ അതിന് സമയം തെറ്റിക്കഴിയുമ്പോൾ പിന്നെ അത് രോഗമായി മാറും. ഇപ്പൊ കിടക്കുന്ന ഉറങ്ങേണ്ട സമയമായി. രാണി 12 മണിയായി. വൈകിട്ടേ 12 മണിയായി. ആ, ഇനിയിപ്പോ ഉറങ്ങേണ്ട സമയാ. രാത്രി സമയമായില്ലേ? ആ, 12 മണിയായി. പിന്നെ ഉറങ്ങ, ഇനി പ്രാർത്ഥന മതി. ഇനി എന്നാ സമയമുണ്ട്? ആ, അതാ പറഞ്ഞു, ഇനി ഉറങ്ങ, പ്രാർത്ഥന മതി കേട്ടോ. നീ എനിക്കുട്ടിയമ്മ കിടന്ന് ഉറങ്ങ. ഒന്നുറങ്ങാം. ആ, ഒന്നുറങ്ങിയാൽ മതി.
എല്ലാവർക്കും ഉറങ്ങണ്ടേ? ഉം. ഇനി കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ. ഉം. ഇനി നമുക്ക് നാളെ രാവിലെ ചെല്ലാം. ഇല്ല, കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല, കഴിക്കാൻ പോണേ ഉള്ളൂ. വിശക്കുന്നുണ്ടോ? ഉം. വിശക്കുന്നുണ്ടോ? പിന്നെ വിശക്കുന്നുണ്ടോന്ന്? വിശക്കണുണ്ടോന്ന്? ആ നിന്റെ കാര്യമാണ് ചോദിച്ചത്. ആ ഞാൻ കഴിച്ചില്ല, കഴിക്കാൻ പോവാ. നീ കഴിക്കണ്ടേ? ആ കഴിക്കാൻ പോവാ. ഉം. അമ്മ നീ കിടന്ന് ഉറങ്ങുക കേട്ടോ. ഉം. അമ്മ കിടന്ന് ഉറങ്ങിനി. ഉം. രോമൊക്കെ ഉറങ്ങണ്ടേ? ഉം. ഉം. ഇവിടെ കിടക്കുമ്പോൾ എല്ലാവരും ഇത് കേട്ട് കേട്ടേ ഉം. ഉറക്കം വരില്ല, നട്ടപ്പാരായില്ലേ ഉം. കേട്ടോ. ഉം. ഞാൻ കിടന്ന് ഉറങ്ങിക്കോ. പപ്പായത്തെ പപ്പ പപ്പ അവിടെ ഇല്ലേ? പപ്പ വന്നില്ല. പപ്പ വന്നില്ല, പപ്പ വരും. എവിടെ പോയി? പപ്പ ഒരു പരിപാടിക്ക് പോയതാ. ഏ? ഒരു പരിപാടിക്ക് പോയതാ. വേഗം ഇല്ലേ? ആ ഇവിടെ ഇല്ല. എവിടെ പോയതാ? പപ്പ പള്ളിയിൽ പോയതാ. പള്ളിയിലോ? ആ ഉം. പപ്പയൊക്കെ വരും. അമ്മ കിടന്നോ, ഉറങ്ങിക്കോ കേട്ടോ. ആ രാത്രി പോവാണ്. ആ രാത്രിയാന്ന് അമ്മയ്ക്ക് അറിയാം. രാത്രിയിലൊക്കെ അവിടെ ഇരിക്കണം. ആരുടെ ശല്യം കൂടാതെ പോയേച്ചും വരാല്ലേ. ആ അതുകൊണ്ടാ. ഞാൻ പോവാ, ഞാൻ കിടക്കാൻ പോവാ കേട്ടോ. ആ എന്നാ ശരി.